അപ്പോൾ ഗായ്സ് ഇന്നൊരു കുക്കിംഗ് വ്ലോഗായാലും ഗായ്സ്, അതായത് നമ്മളെ കുറച്ച് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ആരും പിടിക്കണം, ഞാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് കാണാം. ഫസ്റ്റ് അത് നമുക്ക് കുറച്ച് തൈരെടുക്കാം, അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ടെടുക്കാം ഗായ്സ്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടേക്കാം. ഞാൻ ഇവിടെ എടുക്കുന്ന കശ്മീരി മുളക് പൊടിയാണ്. അതിന് പുറത്തേക്ക് നമുക്ക് കുറച്ച് ഈസ്റ്റർ ഉണ്ട്, ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. പിന്നെ നമുക്ക് എന്താണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് സാധനം ഗരം മസാല, നമ്മൾ ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഗൈസ്. ഇളക്കിയിട്ട് നമുക്ക് മെയിൻ സാധനം നമ്മുടെ ചിക്കൻ നമ്മൾ ആശാനങ്ങ് എടുത്തങ്ങ് ഇട്ടുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് പെരട്ടി അങ്ങോട്ട് എടുക്കണം ഗൈസ്. ഇത് നമുക്ക് 30 to 45 മിനിറ്റ്സ് ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് എന്തെടുക്കാം, കുറച്ച് അതായത് കുക്കർ എടുക്കണം. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. അതിൻ്റെ മണ്ടയ്ക്കോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇതിന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എന്താണ് അതിനകത്തേക്ക് കുറച്ച് ഗ്രാമ്പു, കറുവപ്പട്ട, തക്കോലം, ഏലക്കായ് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്കത്തേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് എന്താണ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തും കൂടി ഇട്ട് കൊടുത്തേക്കാം. അപ്പോൾ ഇതെല്ലാം എടുത്ത് കുറച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടോ ഗൈസ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയണം. അതായത് നമ്മൾ സബോള എടുത്ത് ഇടണം ഗൈസ്. സബോള അതെന്താർക്കും ബുദ്ധിയില്ല, സബോള ഉള്ളത് എന്താ കളി അല്ലേ? അപ്പോൾ കുറച്ച് സബോളയൊക്കെ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം എന്തെടുക്കണം നന്നായിട്ട് ഇളക്കി അങ്ങ് ഇട്ടുക. എന്നിട്ട് മാറ്റി വെച്ച് നമ്മുടെ ചിക്കൻ അങ്ങോട്ടേക്ക് ഇട്ടുക. ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ആർക്കും ഒരു കേട് വരാതെ അങ്ങ് നമുക്ക് പതുക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആ വഴറ്റിയ സബോള ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക ഗൈസ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം അവിടെ വെക്കൊന്നും വേണം, കുറച്ച് നേരം ഇളക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ മെയിൻ സംഭവമല്ല അരി വേണ്ടേ, ബിരിയാണി റൈസ് വേണ്ടേ. അപ്പോൾ നമ്മൾ റൈസ് കുതിർത്ത് വെച്ച റൈസ് എടുത്തിട്ട് നമ്മൾക്ക് അങ്ങോട്ടങ്ങ് ഇട്ട് കൊടുക്കും ഗൈസ്. അപ്പോൾ ഞാൻ എടുത്ത് 1.25 ഗ്ലാസിൻ്റെ റൈസ് ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾ 1 ഗ്ലാസ് അരി ഇടുവാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം വേണം ഒഴിക്കാനായിട്ട്. അങ്ങനെയാണ് കണക്ക് വരുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ അരിയും വെള്ളം എല്ലാം ഒന്ന് സെറ്റായിട്ട് പാകത്തിന് അങ്ങ് ഒഴിച്ചങ്ങ് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാം ഇവിടെ സെറ്റാണ്. അപ്പോൾ നമ്മളിനി പോകുന്നത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ തുപ്പിക്കളയേണ്ടി വരും ഉപ്പ് കൂടിയിട്ട്. എന്നിട്ട് നമുക്ക് 2 വിസിൽ വെയിറ്റ് ചെയ്യാം. 2 വിസിൽ കഴിഞ്ഞ് നമ്മൾ തുറക്കാൻ പോവുകയാണ് ഗൈസ്. ഇതാ തുറക്കാൻ വേണ്ടി പോവാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വിസിൽ അടിച്ചു ഗൈസ്. ഇതാ നമ്മൾ തുറക്കാൻ പോവാണ് ഗൈസ്. അതാണ് ഗൈസ്, നമ്മൾ തുറന്നു ഗൈസ്. നമ്മളങ്ങനെ തുറന്നതാ അതിലേക്ക് കുറച്ച് ഡെക്കറേഷൻ മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. മല്ലിയിലൊക്കെ നല്ലതാണ്, ടേസ്റ്റ് കൂട്ടും. പിന്നെ നമുക്ക് ഇവിടം കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പൈനാപ്പിൾ എസൻസ് വെള്ളത്തിൽ ചേർത്തിട്ട് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കും ഗൈസ്. അത് ഒരു പൈനാപ്പിളിൻ്റെ ഒരു ഇതൊക്കെ എസൻസ് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് വെച്ചാൽ നമുക്കൊരു ചള്ളാസും പപ്പളും നാരങ്ങ കൂടെ പിടി പിടിക്കാം. ഓണസ്റ്റ്ലി കൊള്ളായിരുന്നു ഗൈസ്, കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യൂ. അപ്പോൾ നിങ്ങളുടെ റിസ്കിലോ